അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന സ്ത്രീകളുടെ 9 അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും ഐക്യവുമാണ്. പരസ്പരം മനസ്സിലാക്കുകയും സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളിലാണ് യഥാർത്ഥ സമാധാനം നിലനിൽക്കുന്നത്. എന്നാൽ ചില മോശം സ്വഭാവങ്ങൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുകയും ചിലപ്പോൾ പൂർണ്ണമായും തകർക്കുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന സ്ത്രീകളുടെ 9 മോശം അടയാളങ്ങളെക്കുറിച്ചാണ് നാം ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ചെയ്യുന്ന വീഡിയോ അല്ല, മറിച്ച് നമ്മിൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്താനും അവ തിരുത്താനുമാണ്. ഒന്നാമത്തെ കാര്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ നിരന്തരം തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നവളാണ്. ഒരു കുടുംബത്തിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്നാണ് തെറ്റിദ്ധാരണകൾ. ചിലർ ഒരാളുടെ വാക്കുകൾ മറ്റൊരാളോട് മാറ്റി പറയുകയും ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി അവതരിപ്പിക്കുകയും ചെയ്യും. ഇതിലൂടെ കുടുംബങ്ങൾ പരസ്പരം സംശയിക്കാൻ തുടങ്ങും. ക്രമേണ സ്നേഹവും വിശ്വാസവും കുറയുകയും ബന്ധങ്ങളിൽ വലിയ അകൽച്ചകൾ രൂപപ്പെടുകയും ചെയ്യും. ഉദാഹരണത്തിന്, അമ്മായിമ്മ പറഞ്ഞ ഒരു സാധാരണ അഭിപ്രായം ഭർത്താവിനോട് തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുക. ഒരാൾ തമാശയായി പറഞ്ഞ ഒരു വാക്ക് ദേഷ്യത്തോടെ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് പറയുക. ഒരാൾ തിരക്ക് കാരണം വരാൻ കഴിയാതിരുന്നത് അവഗണനയാണെന്ന് ചിത്രീകരിക്കുക. കുടുംബയോഗങ്ങളിൽ പറഞ്ഞ ഒരു അഭിപ്രായം വളച്ചൊടിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെ കാര്യം, ചെറിയ കാര്യങ്ങൾ പോലും വലുതാക്കി വഴക്കിലേക്ക് നയിക്കുന്നവളാണ്. ചെറിയ തെറ്റുകൾ ക്ഷമിക്കാതെ ഓരോ കാര്യവും വലിയ പ്രശ്നമാക്കുന്ന സ്വഭാവം കുടുംബ സമാധാനം നശിപ്പിക്കും. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയും സഹനവും അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ ചിലർ നിസ്സാര കാര്യങ്ങൾ പോലും മനസ്സിൽ സൂക്ഷിച്ച് അതിനെ വലിയ തർക്കങ്ങളാക്കി മാറ്റും. ഉദാഹരണത്തിന്, ഫോൺ വിളിക്കാൻ മറന്നത് വലിയ അവഗണനയായി ഇത്തരം ആളുകൾ ചിത്രീകരിക്കും. ഒരു മെസ്സേജ് അയച്ചതിന് ഉടനെ മറുപടി കിട്ടാത്തത് ബന്ധം മോശമായതിൻ്റെ അടയാളമായി ഇത്തരം ആളുകൾ കണക്കാക്കും. മൂന്നാമത്തെ കാര്യം, ഗോസിപ്പുകളും അപവാദങ്ങളും പ്രചരിപ്പിക്കുന്നവളാണ്. ഗോസിപ്പും അപവാദങ്ങളും കുടുംബങ്ങളെ നിശബ്ദമായി തകർക്കുന്ന ഒരു വലിയ കൊലയാളിയാണ്. കേട്ട കാര്യങ്ങൾ സത്യമാണോ എന്ന് പരിശോധിക്കാതെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ അറിയാതെ തന്നെ കുടുംബ ബന്ധങ്ങൾ തകർക്കുകയാണ്. ഒരു തെറ്റായ വാർത്ത പല വർഷങ്ങളായുള്ള ബന്ധങ്ങൾ പോലും നശിപ്പിച്ചേക്കാം. ഉദാഹരണത്തിന്, ഒരു ബന്ധുവിനെ കുറിച്ചുള്ള ഉറപ്പില്ലാത്ത വാർത്ത മറ്റു പലരോടും പറയുക. കേട്ട കാര്യങ്ങൾക്ക് സ്വന്തം കൂട്ടിച്ചേർക്കലുകൾ നടത്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇനി നാലാമത്തെ കാര്യം, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവളാണ്. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരു ബന്ധവും നിലനിൽക്കില്ല. ഒരാൾ വിശ്വസിച്ചു പറഞ്ഞ സ്വകാര്യമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് ഒരു വലിയ വഞ്ചനയാണ്. ഇത്തരക്കാരോട് പിന്നീട് ആരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുകയില്ല. ഉദാഹരണത്തിന്, ഒരാൾ പറഞ്ഞ വ്യക്തിപരമായ പ്രശ്നം മറ്റൊരാളോട് പറയുക. ഭർത്താവ് രഹസ്യമായി പങ്കുവച്ച ഒരു കാര്യം ബന്ധുക്കളുമായി ചർച്ച ചെയ്യുക. ഇനി അഞ്ചാമത്തെ കാര്യം, അസൂയയും വിദ്വേഷവും മനസ്സിൽ സൂക്ഷിക്കുന്നവളാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയാത്തത് ഒരു വലിയ ദൗർബല്യമാണ്. അസൂയയും വിദ്വേഷവും മനസ്സിൽ വളരുമ്പോൾ അത് ബന്ധങ്ങളെ വിഷമയമാക്കി മാറ്റും. ഇത്തരം വികാരങ്ങൾ പലപ്പോഴും അനാവശ്യ മത്സരത്തിനും അകൽച്ചക്കും കാരണമാകും. ഉദാഹരണത്തിന്, ബന്ധുവിന് നല്ല ജോലി കിട്ടിയപ്പോൾ അഭിനന്ദിക്കാൻ ഒരു മടി. മറ്റൊരാളുടെ കുട്ടികൾ വിജയം നേടിയപ്പോൾ അതിൽ സന്തോഷിക്കാതെ അവരുടെ കുറവുകൾ അന്വേഷിക്കുക. ആരെങ്കിലും പുതിയ ഒരു വീട് നിർമ്മിച്ചാൽ അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുക. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കണ്ടാൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുക. ഇനി ആറാമത്തെ കാര്യം, ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാകാത്തവളാണ്. ക്ഷമിക്കാനുള്ള മനസ്സില്ലെങ്കിൽ ഒരു കുടുംബത്തിലും സമാധാനം നിലനിൽക്കുകയില്ല. മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ പഴയ തെറ്റുകൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നവർ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല. ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തെറ്റ് ഇപ്പോഴും എടുത്തു പറയുക.
എല്ലാ വാക്കുകളിലും പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. ഒരിക്കൽ പറഞ്ഞ ഒരു മോശം വാക്കിനു വേണ്ടി ജീവിതകാലം മുഴുവനും പിണങ്ങി നടക്കുക. 7ാമത്തെ കാര്യം, അനാവശ്യ സംശയങ്ങൾ വളർത്തുന്നവളാണ്. വിശ്വാസത്തിൻ്റെ ശത്രുവാണ് അടിസ്ഥാനമില്ലാത്ത സംശയം. സംശയം കൂടുതലാകുമ്പോൾ സമാധാനം നഷ്ടപ്പെടും. യാഥാർത്ഥ്യം അന്വേഷിക്കുന്നതിന് പകരം സ്വന്തം മനസ്സിൽ കഥകൾ സൃഷ്ടിക്കുന്നത് പല കുടുംബങ്ങളെയും തകർത്ത ചരിത്രമുണ്ട്. ഉദാഹരണത്തിന്, ഭർത്താവ് വൈകിയെത്തിയാൽ തെറ്റായ കാര്യങ്ങൾ ഉടനെ തന്നെ സംശയിക്കുക. മറ്റൊരാൾ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാൽ അനാവശ്യമായ നിഗമനങ്ങളിൽ എത്തുക. ബന്ധുക്കൾ തമ്മിൽ സാധാരണയായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും അതിൽ ദുരുദ്ദേശം കാണുക. 8ാമത്തെ കാര്യം, എപ്പോഴും സ്വന്തം അഭിപ്രായം മാത്രം ശരിയെന്ന് കരുതുന്നവളാണ്. ഒരു കുടുംബം മുന്നോട്ടു പോകുന്നത് പരസ്പര ബഹുമാനത്തിലൂടെയാണ്. എന്നാൽ ചിലർ സ്വന്തം അഭിപ്രായം മാത്രമേ ശരിയാകൂ എന്ന് കരുതുന്നവരുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറാകാത്തത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഉദാഹരണത്തിന്, കുടുംബ തീരുമാനങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെല്ലാം നിരസിക്കുക. തെറ്റുപറ്റിയാലും അത് സമ്മതിക്കാൻ തയ്യാറാവാതിരിക്കുക. എല്ലാവരും എതിർത്താലും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. 9ാമത്തെ കാര്യം, ഭർത്താവിനെയും ബന്ധുക്കളെയും പരസ്പരം അകറ്റാൻ ശ്രമിക്കുന്നവളാണ്. ഒരു നല്ല സ്ത്രീ കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കുന്നവളായിരിക്കും. എന്നാൽ ചിലർ ബന്ധങ്ങളെ ശക്തമാക്കുന്നതിന് പകരം അവയെ ദുർബലമാക്കാനാണ് ശ്രമിക്കുക. ഇത് കുടുംബത്തിൽ സ്ഥിരമായ അകൽച്ചയും വിരോധവും സൃഷ്ടിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബന്ധുക്കളെക്കുറിച്ച് നിരന്തരമായ മോശം കാര്യങ്ങൾ ഭർത്താവിനോട് പറയുക. കുടുംബ സംഗമങ്ങളിൽ ഭർത്താവിനെ പങ്കെടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുക. ഒരാളെയും മറ്റൊരാളെയും തമ്മിൽ അകറ്റുന്ന രീതിയിൽ സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നാം പറഞ്ഞ ഈ 9 സ്വഭാവങ്ങളും കുടുംബ ബന്ധങ്ങളെ ദുർബലമാക്കുകയും ചിലപ്പോൾ പൂർണ്ണമായും തകർത്തെറിയുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഈ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് വളരെ നല്ല കാര്യമാണ്. തെറ്റിദ്ധാരണകൾ പരത്തരുത്. ഗോസിപ്പുകളും അപവാദങ്ങളും ഒഴിവാക്കണം. അസൂയയും വിദ്വേഷവും മനസ്സിൽ നിന്ന് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ ക്ഷമയും സഹനവും വളർത്തണം. ബന്ധങ്ങൾ അകറ്റുന്നവരല്ല, മറിച്ച് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ആളായി മാറണം. കാരണം ഒരു കുടുംബത്തിൻ്റെ സമാധാനം ആ കുടുംബത്തിലെ എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ അടിത്തറയാണ്. കുടുംബം നന്നായാൽ സമൂഹം നന്നാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹവും ഐക്യവും സമാധാനവും നിലനിർത്തട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അസൂയയും വിദ്വേഷവും നീക്കം ചെയ്യട്ടെ. കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാറ്റിത്തരട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രിക ലോകത്ത് ഉപകരിക്കുന്ന കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.